ഹലോ ഡിയേഴ്സ്, അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച മീൻ വാങ്ങാൻ പോയ ഒരു വ്ളോഗാണ് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ച് പോയതാണ്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എണീക്കാൻ കുറച്ച് നേരം വൈകി, കുറച്ചല്ല നല്ല പോലെ നേരം വൈകി. അപ്പോൾ അതുകൊണ്ട് 12 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയത്, നട്ടുച്ച സമയത്ത് കേട്ടോ. ഞങ്ങൾ മുൻപ് ബേപ്പൂർ പോയിട്ട് കുറേ പ്രാവശ്യം മീൻ വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും ലേറ്റായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മീൻ കിട്ടുമോ ഇല്ലയെന്നൊരു ഡൗട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഈ ജങ്കാർ കയറിയിട്ട് വേണം അക്കരെ പോയിട്ട് മീൻ വാങ്ങാൻ. പക്ഷേ ഞങ്ങൾ എത്തുന്ന സമയത്ത് ഒരു ജങ്കാർ ഇങ്ങനെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു, അത് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ, അത് മിസ്സായി. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കയറിയിട്ട് അക്കരയിൽ നിന്ന് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞാലൊക്കെ അവർ സമ്മതിക്കാറുണ്ട്. പക്ഷേ ഇന്നെന്തായാലും ജങ്കാർ മിസ്സായി. വെയിറ്റ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും ജങ്കാർ വന്നു. അപ്പോൾ ഇതിൽ കയറിയിട്ട് നമ്മൾ അക്കരയ്ക്ക് പോകണം. ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 5 രൂപയുള്ളൂ കേട്ടോ, സ്കൂട്ടറിനും 5 രൂപയുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇപ്രാവശ്യം സ്കൂട്ടർ കൊണ്ടുപോയില്ല, സ്കൂട്ടർ ഇവിടെ തന്നെ വെച്ചിട്ടാണ് പോയത്. സ്കൂട്ടർ കൊണ്ടുപോയാൽ നമുക്ക് വേണമെങ്കിൽ ജങ്കാറിൽ തിരിച്ചു വരാതെ അതുവഴി റോഡിന് തന്നെ തിരിച്ചു പോകാനും പറ്റും. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ, മീൻ കിട്ടുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അധികം ആളുകളൊന്നും കാണുന്നില്ല. അയ്യോ, ഇന്ന് വെറുതെ വന്നു എന്നൊക്കെ ആദ്യം വിചാരിച്ചു കേട്ടോ. പക്ഷേ ചെന്ന് നോക്കുമ്പം ഇങ്ങനെ തോണിക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മീൻ വീണ്ടും വീണ്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീനൊക്കെ നല്ല പോലെ ഉണ്ട്. ഓരോ ദിവസം ഓരോ മീനാണ് ചിലപ്പോൾ കൂടുതലായിട്ട് കാണാറ്. ചിലപ്പോൾ മാന്തൾ മീനാണെങ്കിൽ കുറേ മാന്തൾ തന്നെയാണ് കാണുക. ഇപ്പം ഇന്ന് കൂടുതൽ ചെമ്മീനാണ് കാണുന്നത്. ഈ കൊട്ട ചെമ്മീനിന്, അതായത് ഈ കൊട്ടയിലുള്ള ഇത്രയും ചെമ്മീനിന് 350 രൂപ അവർ ചോദിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല ലാഭം എന്നൊക്കെ തോന്നി നമ്മൾ ആദ്യം തന്നെ വാങ്ങിച്ചു. പക്ഷേ നമ്മൾ അത്ര വേഗം വാങ്ങിക്കാൻ പാടില്ല, എല്ലായിടത്തുള്ള റേറ്റൊക്കെ നോക്കി അങ്ങനെ വാങ്ങിക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ ഇത്രയും കൂട്ടത്തിന് ഞങ്ങൾ വാങ്ങിച്ചേക്കാളും കൂടുതലുണ്ട്, അതിന് 400 രൂപയെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് നോക്കിയിട്ട് വേണം മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തോണിക്കാർ ചേട്ടന്മാരോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് എടുത്ത വീഡിയോ കേട്ടോ. എല്ലാവരും നല്ല ആളുകളാണ്. അവിടെ കുറേ കുട്ടികൾ ഇങ്ങനെ കടുക്ക കച്ചവടം ചെയ്യുന്നുണ്ട്. കടുക്ക പക്ഷേ തൂക്കിയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടുള്ളൂ. ഇത് ചെറിയ കടുക്കയാണ്, കിലോയ്ക്ക് 100 രൂപയുള്ളൂ. അവിടുന്ന് 1 കിലോ വാങ്ങിച്ചു. പിന്നെ ഈ ചേട്ടൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ ഇതിലും കുറച്ചും കൂടെ വലിയ കടുക്ക കിട്ടി, അത് കിലോ 120 രൂപയുള്ളൂ കേട്ടോ. നല്ല കടുക്കയാണ്. അപ്പോൾ അവിടുന്ന് ഒരു 3 കിലോ വാങ്ങിച്ചു. കാരണം കടുക്ക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മക്കൾക്ക് 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് കൂടുതൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 3 കിലോ കടുക്ക ഇവിടുന്ന് വാങ്ങിച്ചു. നമ്മൾ മറ്റേ കുട്ടികളുടെ അടുത്തുനിന്ന് 1 കിലോ വാങ്ങിച്ചു. അങ്ങനെ ടോട്ടൽ നമ്മൾ 4 കിലോ കടുക്ക വാങ്ങിച്ചു, കുറച്ച് ചെമ്മീനും വാങ്ങിച്ചു. പിന്നെ ഇനി എന്തൊക്കെ മീനുണ്ട് എന്ന് നോക്കാം, ലാഭം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ച് അവിടെ ഇങ്ങനെ നിൽക്കാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വെറുതെ അവിടെ നിൽക്കാനും ഒരു രസമാണ്. ഇവരെ ലേലം വിളിയൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ആ ഒരു വൈബ് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം കേട്ടോ. പിന്നെ കുട്ടികളൊന്നും കൂട്ടിപ്പോയാൽ അങ്ങനെ അത്രയും നേരം നിൽക്കാൻ പറ്റില്ല, അവർ വേഗം തിരിച്ച് വരാമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം അവിടെ ഇങ്ങനെ നിന്നിട്ട് ഈ പിന്നെ ഞണ്ട് വാങ്ങുന്നുണ്ടല്ലേ, ഞങ്ങളല്ല, അത് വേറൊരു ചേട്ടൻ വാങ്ങിച്ചതാണ്. അത്രയും ഞണ്ടിന് 400 രൂപ 500 രൂപ അങ്ങനെ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ശരിക്കും ലാഭമാണല്ലോ. നല്ല ഫ്രഷ് ഞണ്ടാണ് ഇങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. പിടയ്ക്കുന്ന ഞണ്ട് നമ്മൾ പറയാറുള്ളൂ, പിടയ്ക്കുന്ന ഞണ്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ചെറുതായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് വാങ്ങിയില്ല, അത് ഇതിനെ ക്ലീൻ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടല്ലേ. പിന്നെ ചെമ്മീൻ നോക്കുമ്പോൾ ഇത്രയും ചെമ്മീനില്ലേ, ആ ചെമ്മീൻ അവർ 400 രൂപ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതും കൂടെ വാങ്ങിച്ചു കേട്ടോ, നല്ല ലാഭമായിട്ട് തോന്നി. വേറെ കുറച്ച് മീനും കൂടെ വാങ്ങിച്ചു. അപ്പോൾ സുരേഷേട്ടൻ കൊണ്ടുവന്ന് കണ്ടാറ് നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, ബൈ.